Hi friends, I am Ignatius Kurian, ശ്രീലക്ഷ്മി എനർജി സിസ്റ്റത്തിലെ ഡിസൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് എഞ്ചിനീയറാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതായത് ഫ്ലാറ്റ്സിൽ അല്ലെങ്കിൽ ഹൈ റൈസ് ബിൽഡിങ്സിൽ LPG എങ്ങനെ നമുക്ക് സുരക്ഷിതമായി സ്റ്റോർ ചെയ്യാം, അതെങ്ങനെ വിതരണം ചെയ്യാമെന്നുള്ളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളൊരു സിസ്റ്റം പരിചയപ്പെടുത്തുകയാണ്. LPGയുടെ റെറ്റിക്കുലേറ്റഡ് LPG സിസ്റ്റത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. റെറ്റിക്കുലേറ്റഡ് ഗ്യാസ് സിസ്റ്റം നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഗ്യാസ് ബാങ്ക്, സെക്കൻഡ് പാർട്ട് റിംഗ് മെയിൻ, തേർഡ് പാർട്ട് റൈസർ, ഫോർത്ത് പാർട്ട് ഇൻസൈഡ് കിച്ചൺ. നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്യാസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസർവ്ഡ് റൂമാണ്, സിലിണ്ടർ സ്റ്റോറേജിന് വേണ്ടിയുള്ള ഒരു റിസർവ്ഡ് റൂമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്യാസ് ബാങ്ക് എന്താണെന്ന് നോക്കാം. ഗ്യാസ് ബാങ്കിനകത്ത് 2 മാനിഫോൾഡാണ് ഉള്ളത്. ഒന്ന് വർക്കിംഗ് മാനിഫോൾഡ് ഉണ്ടാവും, മറ്റൊന്ന് സ്റ്റാൻഡ് ബൈ മാനിഫോൾഡാണ് ഉള്ളത്. നമുക്ക് മാനിഫോൾഡിനകത്ത് എന്തൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിനകത്തേക്ക് ബ്ലൂ കളറിൽ കാണുന്നതാണ് ക്ലിക്ക് ഓൺ അഡാപ്റ്റേഴ്സ്. ഈ ക്ലിക്ക് ഓൺ അഡാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സിലിണ്ടറിട്ട് കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് ഹോസ്, സുരക്ഷാ ഹോസ് വരുന്നത്. ഈ ഹോസ് വന്നിട്ട് കണക്ട് ചെയ്യുന്നത് നോൺ റിട്ടേൺ വാൽവിട്ടാണ്. ഈ നോൺ റിട്ടേൺ വാൽവ് അത് കഴിഞ്ഞ് ഇത് മാനിഫോൾഡ്. ഇത് മാനിഫോൾഡ് 1, അത് മാനിഫോൾഡ് 2. ഇത് മാനിഫോൾഡ് 1ന്റെ ഐസൊലേഷൻ വാൽവ്, ഇത് മാനിഫോൾഡ് 1ന്റെ ഫിൽട്ടർ. ഇതുപോലെ തന്നെ മാനിഫോൾഡ് 2ന് ഐസൊലേഷൻ വാൽവും ഉണ്ട്, ഫിൽട്ടറും ഉണ്ട്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നതാണ് ഓട്ടോ ചേഞ്ച് ഓവർ. ഓട്ടോ ചേഞ്ച് ഓവറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മാനിഫോൾഡ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അത് ചേഞ്ച് ഓവർ ചെയ്തിട്ട് സെക്കൻഡ് മാനിഫോൾഡിട്ട് മാറ്റുന്നതാണ് ഓട്ടോ ചേഞ്ച് ഓവറിന്റെ ഫംഗ്ഷൻ. മാത്രമല്ല ഇവിടെ ഒരു റെഗുലേഷൻ കൂടി നടക്കുന്നുണ്ട്. അതായത് സിലിണ്ടർ പ്രഷർ കയറി വരുന്ന ആ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്ത് 1.5 ബാർ ഇട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഇവിടെ വെച്ചിട്ടാണ്. ഓട്ടോ ചേഞ്ചറിന്റെ ഔട്ട് വന്നിട്ട് നേരെ വരുന്നത് OPSO റെഗുലേറ്ററിലാണ്. OPSO റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു ഓവർ പ്രഷർ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസാണ് OPSO റെഗുലേറ്റർ. ഇതിന് നമ്മളൊരു ബൈപ്പാസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. വൺസ് ഇത് കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സപ്ലൈ കിട്ടില്ല. പിന്നെ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളൊരു ടെക്നീഷ്യൻ വന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. ആ ടൈമിൽ നിങ്ങൾക്ക് ഗ്യാസ് കിട്ടാൻ വേണ്ടിയാണ് ഇതിനൊരു ബൈപ്പാസ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അന്നേരം ഈ വാൽവ് ക്ലോസ് ചെയ്ത് ബൈപ്പാസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് കിട്ടും. OPSO റെഗുലേറ്റർ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് നോർമൽ റെഗുലേറ്റേഴ്സ് ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞ ഓട്ടോ ചേഞ്ച് ഓവറിന്റെ ഔട്ട് വരുന്നത് 1.5 ബാറിലായിരിക്കും പ്രഷർ വരുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് റെഗുലേഷൻ നടക്കുകയാണ്. ഇവിടെ 1.5 ബാറിൽ നിന്നും 350 മില്ലി ബാർ ഇട്ട് ഈ റെഗുലേറ്റർ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ ഗ്യാസ് ബാങ്കിന്റെ പുറത്തിട്ടാണ് പോകുന്നത്. ഇതാണ് ഗ്യാസ് ലീക്ക് ഡിറ്റക്ഷൻ സെൻസേഴ്സ്. ഇൻ കേസ് ഇവിടെ ഒരു LPGയുടെ ലീക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് നമുക്ക് അലാറം വരാൻ വേണ്ടിയാണ് ഈ സെൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്ലെയിം പ്രൂഫ് സെൻസേഴ്സ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എമർജൻസി ഷട്ട് ഓഫ് വാൽവ്. എമർജൻസി ഷട്ട് ഓഫ് വാൽവ് കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് വന്നാണ് ലോക്ക് ചെയ്യേണ്ടത്. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിട്ടുള്ള എൻ്റെ സപ്ലൈ ഇവിടെ വെച്ചിട്ട് ലോക്ക് ആവും. അതുകൊണ്ട് എമർജൻസി ഷട്ട് ഓഫ് വാൽവ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അത് ലീക്ക് ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ കൺട്രോൾ പാനലാണ്. ഇതിൻ്റെ അകത്ത് ഇൻസൈഡിൽ ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കൺട്രോൾ പാനലിൽ അലാറം വരുന്നതായിരിക്കും. ഇനി നമുക്ക് റിംഗ് മെയിൻ എന്താണെന്ന് നോക്കാം. റിംഗ് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസേഴ്സിനെയും ഗ്യാസ് ബാങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് റിംഗ് മെയിൻ വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഡ്രോപ്പ് ലൈനിൽ കൊടുത്തിരിക്കുന്ന ഐസൊലേഷൻ വാൽവ് ഇല്ലേ, ആ വാൽവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ റൈസേഴ്സിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാൽവാണ്. ഇതാണ് റൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ പൈപ്പ് ലൈൻ ആണ്. ഇപ്പം റൈസർ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A ഫ്ലാറ്റിട്ടുള്ള റൈസർ ആയിരിക്കും. ഇതേപോലെ B ഫ്ലാറ്റ് ഉണ്ടാവും, C ഫ്ലാറ്റ് ഉണ്ടാവും, D ഫ്ലാറ്റ്സ് ഉണ്ടാവും. ആണ് റൈസർ വരുന്നത്. ഇതാണ് ഇൻസൈഡ് കിച്ചണിലുള്ള പൈപ്പ് ലൈൻ സിസ്റ്റം വരുന്നത്. ഇതിനകത്ത് കിച്ചൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐസൊലേഷൻ വാൽവ് കൊടുത്തിട്ടുണ്ട്. അതായത് കിച്ചൺ അകത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഐസൊലേഷൻ വാൽവ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം UPSO അണ്ടർ പ്രഷർ കട്ട് ഓഫ് വാൽവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ തേർഡ് സ്റ്റേജ് റെഗുലേഷൻ നടക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് വരെയും 350 മില്ലി ബാറിലായിരിക്കും
ഗ്യാസിൻ്റെ പ്രഷർ ഉണ്ടാവുക. ഈ റെഗുലേറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 28 മില്ലി ബാർ ആയിട്ട് കൺവേർട്ട് ആവും. ഈ ഇത് കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനായിട്ടാണ് ഈ കാണിക്കുന്ന ബ്ലൂ ഇതിനകത്ത് പ്രസ് ചെയ്തിട്ട് റീസെറ്റ് ആവും. ഇതാണ് LPGയുടെ മീറ്റർ വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് മീറ്റർ വെച്ചിട്ട് മീറ്ററിൻ്റെ റീഡിങ് അനുസരിച്ചായിരിക്കും ബില്ലിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. മീറ്ററിന് ഔട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റൗ പോയിന്റിട്ട് പോകും. ഇതാണ് നോസിൽ വാൽവ്. നമ്മുടെ ഡെയിലി യൂസേജസ് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്തിടുക. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും പ്രൊജക്ട്സിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെങ്കിൽ AMC റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും പാർട്സോ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് എന്തെങ്കിലും അവൈലബിൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞങ്ങളുടെ റീറ്റെയിൽ സെയിൽസിൻ്റെ നമ്പേഴ്സും താഴെ ഞാൻ കൊടുത്തിരിക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് എവരിവൺ എൻജോയ് ദിസ് വീഡിയോ.